നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രവചനങ്ങൾക്കപ്പുറമാണ് നമ്മുടെ ലോകത്തുള്ള പല മേഖലകളിലും കാലാവസ്ഥ ആഞ്ഞടിക്കുന്നത്. പലപ്പോഴും കാലാവസ്ഥാ പ്രവചനങ്ങൾ നൽകാറുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ തന്നെ തകിടം മറിഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഒരു ദുരന്തം വിതയ്ക്കാൻ ശേഷിയുള്ള കാലാവസ്ഥയായിരിക്കും ആഞ്ഞടിക്കാൻ പോകുന്നത്. ഏതായാലും ഇപ്പോൾ ഒരു മുന്നറിയിപ്പാണ് ഈ കാലാവസ്ഥ നിരീക്ഷണം നടത്തുന്ന ഈ ഒരു ശാസ്ത്രജ്ഞർ അടക്കം നൽകുന്നത്. 2026 ലോകം ഒരു അസാധാരണ കാലാവസ്ഥാ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണോ എന്നുള്ളൊരു ഭയമാണ് ഇപ്പോൾ ഉയരുന്നത്. രാജ്യാന്തര കാലാവസ്ഥാ നിരീക്ഷണ ഏജൻസികളും ഇന്ത്യയിലെ പ്രമുഖ സ്വകാര്യ കാലാവസ്ഥാ ഏജൻസിയായ സ്കൈമെറ്റും നൽകുന്ന സൂചനകൾ അത്ര ശുഭകരമല്ല. പസഫിക് സമുദ്രത്തിൽ രൂപപ്പെടുന്ന അതിശക്തമായ സൂപ്പർ എൽ നിനോ പ്രതിഭാസം 2026 ഇന്ത്യയുടെ കാലവർഷത്തെ സാരമായി ബാധിക്കുമെന്നാണ് പുതിയ പ്രവചനങ്ങൾ. ഈ എൽ നിനോ പലപ്പോഴും നമ്മൾ കാലാവസ്ഥാ നിരീക്ഷണം നടത്തുന്ന ആളുകളിൽ നിന്ന് കേട്ടിട്ടുള്ളതാണ്. എൽ നിനോ പ്രതിഭാസം, സൂപ്പർ എൽ നിനോ പ്രതിഭാസം എന്നുള്ളത് ഇത് എത്രത്തോളം ഗുരുതരമാണ് എന്നുള്ളത് വിശദമായി പരിശോധിക്കാം. എന്താണ് ഈ സൂപ്പർ എൽ നിനോ? സാധാരണ എൽ നിനോ പ്രതിഭാസത്തേക്കാൾ ആഘാതം കൂടിയ രൂപമാണിത്. പസഫിക് സമുദ്രത്തിൻ്റെ ഉപരിതല താപനില സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് ആയതിൽ കൂടുതൽ വർദ്ധിക്കുമ്പോഴാണ് ഇതിനെ സൂപ്പർ എൽ നിനോ എന്ന് വിളിക്കുന്നത്. അതായത് ഇത് ഒരു ദശകത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഈ പ്രതിഭാസം ആഗോളതലത്തിൽ പലതരത്തിലുള്ള അന്തരീക്ഷ ചംക്രമണത്തെ അടിമുടി മാറ്റുകയും പ്രവചനാതീതമായ പ്രകൃതിക്ഷോഭങ്ങൾക്ക് വഴിമരുന്നിടുകയും ചെയ്യുന്നു. 2015-16 കാലഘട്ടത്തിലുണ്ടായ റെക്കോർഡ് ഭേദിച്ച എൽ നിനോയേക്കാൾ കരുത്തനായിരിക്കും 2026 എന്നാണ് ശാസ്ത്രലോകത്തിൻ്റെ ഭയം. ഇന്ത്യൻ മൺസൂണിന് മേൽ നിഴൽ വീഴ്ത്തുന്ന ഒരു ആഘാതമായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ആശങ്കയും കൂടി നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ എൽ നിനോ നേരിട്ട് ബാധിക്കും. സ്കൈമെറ്റ് വെതറിൻ്റെ റിപ്പോർട്ട് പ്രകാരം 2026 ഇന്ത്യയിൽ സാധാരണ ലഭിക്കേണ്ട മഴയുടെ 94% മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ. അതായത് ബിലോ നോർമൽ മൺസൂൺ ആയിരിക്കും ലഭിക്കുക. മൺസൂണിൻ്റെ ആദ്യ പകുതിയെ അപേക്ഷിച്ച് എൽ നിനോ ശക്തി പ്രാപിക്കുന്ന ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിരിക്കും മഴയിൽ വലിയ കുറവ് അനുഭവപ്പെടുക. ഇന്ത്യയിലെ കൃഷിഭൂമിയുടെ വലിയൊരു ഭാഗം ഇപ്പോഴും മഴയെ ആശ്രയിച്ചാണ് കഴിയുന്നത്. നെല്ല്, പരുത്തി, കരിമ്പ് തുടങ്ങിയ ഖാരിഫ് വിളകളെ മഴക്കുറവ് ഗുരുതരമായി ബാധിക്കും. ഇത് ഭക്ഷ്യോൽപാദനം കുറയാനും പണപ്പെരുപ്പം വർദ്ധിക്കാനും കാരണമായേക്കാം. ആഗോളതലത്തിൽ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കൂടി പരിശോധിക്കാം. ഈ കാലാവസ്ഥാ മാറ്റം ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. വാഷിംഗ്ടൺ പോസ്റ്റ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം 2027 വരെ നീണ്ടു നിൽക്കാവുന്ന കടുത്ത പ്രത്യാഘാതങ്ങളാണ് കാത്തിരിക്കുന്നത്. കാനഡ, വടക്കേ അമേരിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളിലും അസഹനീയമായ ചൂടും ഈർപ്പവും അനുഭവപ്പെടും. ഓസ്ട്രേലിയയിലും ഇന്ത്യയുടെ ചില ഭാഗങ്ങളിലും കടുത്ത വരൾച്ചയുണ്ടാകുമ്പോൾ പെറു, കിഴക്കൻ ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ അപ്രതീക്ഷിത പ്രളയത്തിന് സാധ്യതയുണ്ട്. പസഫിക് സമുദ്രത്തിലെ താപനില വർദ്ധിക്കുന്നതും ചുഴലിക്കാറ്റുകളുടെ തീവ്രത കൂട്ടും. കാലാവസ്ഥാ വ്യതിയാനവും എൽ നിനോയും ആഗോളതാപനം വർദ്ധിക്കുന്നത് എൽ നിനോയുടെ ആഘാതം ഇരട്ടിയാക്കുന്നു. ഓരോ തവണ എൽ നിനോ വരുമ്പോഴും അത് മുൻപത്തേക്കാൾ കൂടുതൽ നാശനഷ്ടങ്ങൾ വിതയ്ക്കുന്നു. ഇന്ത്യയിൽ മൺസൂൺ മഴയുടെ പാറ്റേണുകൾ മാറുന്നതും പെട്ടെന്നുള്ള അതിശക്തമായ മഴയും ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഉഷ്ണതരംഗങ്ങളും ഇതിൻ്റെ സൂചനകളാണ്. ഇനി എന്ത് മുൻകരുതലുകൾ സ്വീകരിക്കാം ഈ ലോകരാജ്യങ്ങളെല്ലാം തന്നെ? അണക്കെട്ടുകളിലെ ജലനിരപ്പ് കുറയുന്നതും കാർഷിക ഉൽപ്പാദനം ഇടിയുന്നതും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ വളർത്തും. വടക്കേന്ത്യയിലെ ഗോതമ്പ് കൃഷിയെ സഹായിക്കുന്ന വെസ്റ്റേൺ ഡിസ്റ്റർബൻസുകളെ പോലും ഈ മാറ്റങ്ങൾ സ്വാധീനിച്ചേക്കാം. ചുരുക്കത്തിൽ 2026 വരാനിരിക്കുന്ന സൂപ്പർ എൽ നിനോ കേവലം ഒരു കാലാവസ്ഥാ വാർത്തയല്ല, മറിച്ച് കൃഷി, ആരോഗ്യം, സമ്പദ് വ്യവസ്ഥ എന്നിവയെ ഒന്നടങ്കം ബാധിക്കുന്ന ഒരു ആഗോള പ്രതിസന്ധിയാണ്. മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പുകളും ജലസംരക്ഷണ നടപടികളും മാത്രമേ ഇതിൻ്റെ ആഘാതം കുറയ്ക്കാൻ സഹായിക്കൂ. ആഗോള വായു സമുദ്ര പ്രവാഹങ്ങളുടെ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന പരസ്പര ബന്ധിതമായ സംവിധാനമാണ്
നാം ദിവസവും അനുഭവിക്കുന്ന കാലാവസ്ഥയെ നിർണ്ണയിക്കുന്നത്. പലപ്പോഴും US-ൽ എൽനിനോയുടെ ആഘാതം വളരെ പ്രവചനാതീതമാണ്. പക്ഷെ ചില പാറ്റേണുകളുണ്ട്. അതായത് ശക്തമായ എൽനിനോ പ്രതിഭാസം പൊതുവെ ലോകത്തെ മുഴുവൻ ചൂടാക്കുന്നു. കാരണം സമുദ്രത്തിൽ നിന്ന് ഉയരുന്ന ചൂട് ഉഷ്ണമേഖലാ പ്രദേശങ്ങൾക്കപ്പുറത്തേക്ക് വ്യാപിക്കുന്നു. അത് പടിഞ്ഞാറൻ US-ൽ പതിവിലും കൂടുതൽ ചൂടുള്ള വേനൽക്കാലത്തേക്ക് നയിച്ചേക്കാം. ഇത് കാലിഫോർണിയയിലും ഒറിഗോണിലും കാട്ടുതീ സീസൺ കൂടുതൽ വഷളാക്കാൻ സാധ്യതയുണ്ട്. മുൻകാലങ്ങളിൽ US-ന്റെ തെക്കൻ പ്രദേശങ്ങളിൽ ഇത് പലപ്പോഴും തണുത്ത വേനൽക്കാലത്തെ അർത്ഥമാക്കിയിരുന്നു. നേരെ മറിച്ച് പടിഞ്ഞാറൻ തെക്കൻ ശൈത്യകാലങ്ങൾ സാധാരണയേക്കാൾ ഈർപ്പമുള്ളതായിരിക്കും. ഇത് പർവ്വതങ്ങളിൽ കൂടുതൽ മഞ്ഞ് വീഴ്ചയ്ക്കും പല സംസ്ഥാനങ്ങളിലും തുടരുന്ന വരൾച്ചയ്ക്കും ആശ്വാസത്തിനും കാരണമാകും. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ചുഴലിക്കാറ്റുകൾ രൂപപ്പെടുവാൻ പൊതുവെ ബുദ്ധിമുട്ടാണെങ്കിലും പസഫിക്കിൽ അവ കൂടുതൽ സജീവമാണ്. അതായത് ഹവായ്, കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിൽ കൂടുതൽ കൊടുങ്കാറ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഗുവാം, ഹവായ്, അമേരിക്കൻ സമോവ തുടങ്ങിയ പസഫിക് ദ്വീപുകളിലും കാലാവസ്ഥ വരണ്ടതായിരിക്കും. പക്ഷേ ചുഴലിക്കാറ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നതിനാൽ പെട്ടെന്ന് ഉയർന്ന മഴ അവരെ ബാധിക്കാൻ സാധ്യതയുണ്ട്. മൊത്തത്തിൽ അതിരൂക്ഷമായ കാലാവസ്ഥയാണ് കൂടുതൽ സാധ്യത. ഉഷ്ണമേഖലാ രാജ്യങ്ങളിൽ കടുത്ത ചൂടും ലോകമെമ്പാടും വ്യാപകമായ വരൾച്ചയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും 2026 കാലാവസ്ഥാ മാറ്റങ്ങളെ സംബന്ധിച്ച് അതീവ ദുഷ്കരമായ പല സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യ മാത്രമല്ല, അമേരിക്ക അടക്കമുള്ള പല മേഖലകളിലും ഇത്തരത്തിലുള്ള കാലാവസ്ഥാ മാറ്റങ്ങൾ പ്രവചനാതീതമാണ്. അതിൻ്റെ ആഘാതം എത്രത്തോളം വലുതായിരിക്കും എന്നുള്ളതും ഇനി വരും ദിവസങ്ങളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളൊക്കെ തന്നെ എപ്പോഴും കാലാവസ്ഥയെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനനുസരിച്ച് കൂടുതൽ മുന്നറിയിപ്പുകൾ വരാനുള്ള സാധ്യതയുമുണ്ട്.